നമുക്കെല്ലാവർക്കും നമ്മൾ പണ്ട് പഠിപ്പിച്ച മിസ്സിനെയും മിസ്സിൻ്റെ ക്ലാസ്സിനെയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അത് എത്ര വലുതായി കഴിഞ്ഞാലും നമുക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച മിസ്സിൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. വീട്ടിൽ കൂടുതൽ അടുത്ത കഴിഞ്ഞിട്ടുണ്ടായി പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായതാണ്. എൻ്റെ മിസ്സ് എന്നതിനേക്കാളും ഉപരി എൻ്റെ നാട്ടുകാരത്തിയാണ്. പിന്നെ മിസ്സിൻ്റെ അനിയത്തിയായിരുന്നു ചെറുതിൽ എൻ്റെ ട്യൂഷൻ ടീച്ചർ. ഞാൻ ശരിക്കും വളർന്നതും കളിച്ച് വളർന്നതൊക്കെ മിസ്സിൻ്റെ വീട്ടിൽ നിന്നെന്ന് തന്നെ പറയാം. ചെറുപ്പത്തിൽ ഞാൻ അവിടെ തന്നെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത മിസ്സിൻ്റെ വീട്ടിൽ തന്നെ. അതുകൊണ്ട് ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് നമുക്കുണ്ട് ഫാമിലി ആയിട്ട്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ പോയിട്ടുണ്ടായത്. ഞാൻ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ പോയിട്ടുണ്ടായത്. നമുക്കൊരു സ്റ്റോപ്പ് വ്യത്യാസം മാത്രമേ ഉള്ളൂ മിസ്സിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ പോയി മിസ്സിൻ്റെ മോള് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ടാങ്ക് കുടിച്ചു. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിന്. മിസ്സിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് തന്നെയാണ് മാവിൻ്റെ ചില്ല ഫുള്ളും ടെറസിൻ്റെ മുകളിലേക്ക് വന്നുകൊണ്ട് നമുക്ക് കൈ എത്തിപ്പറിക്കാൻ പറ്റും മാങ്ങ. അങ്ങനെ മാങ്ങയെല്ലാം പറിച്ച് തന്നു നമുക്ക്. മിസ്സിൻ്റെ മോള് കുറച്ച് മാങ്ങയെല്ലാം പറിച്ച് തന്നു. നമ്മൾ അതെല്ലാം എടുത്തിട്ടാണ് നമ്മൾ പിന്നെ പോയി. മിസ്സിനെ വീഡിയോയിൽ കാണിക്കരുതെന്ന് മിസ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ എന്ത് ചെയ്യാനാ, സോറി മിസ്സേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.